വെള്ളൂർ പ്രദേശത്ത് നടന്ന വിവിധ അക്രമ സംഭവങ്ങളിലെ പ്രതികളെ എത്രയും വേഗത്തിൽ കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പയ്യന്നൂർ അസംബ്ലി മണ്ഡലം കമ്മിറ്റി ഡിവൈഎസ്പിക്ക് പരാതി നൽകി. വെള്ളൂർ ചേനോത്ത് സ്വദേശി PV പ്രസന്നന്റെ ബൈക്ക് കഴിഞ്ഞ ജനുവരി 26-ന് വീടിന് സമീപത്തു നിന്നും മാറ്റി അജ്ഞാതർ കത്തിച്ചിരുന്നു. ഈ സംഭവത്തിന് പിന്നിൽ CPIM LDF പ്രവർത്തകരാണെന്ന രീതിയിൽ വലിയ തോതിൽ വ്യാജ പ്രചരണങ്ങൾ നടക്കുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇത് പ്രചരണായുധമാക്കുകയും ചെയ്തിരുന്നുവെന്നും എന്നാൽ ഈ സംഭവവുമായി LDFന് യാതൊരു ബന്ധവുമില്ലെന്നും കൺവീനർ വ്യക്തമാക്കി. കൂടാതെ ഏപ്രിൽ 20-ന് രാത്രി വെള്ളൂരിലെ VV കമലാക്ഷിയുടെ വീടിനു നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവവും ഏപ്രിൽ 1-ന് വെള്ളൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗം VK കൃഷ്ണന്റെ വീട്ടിലെ പൂച്ചട്ടി തകർത്ത സംഭവം നടന്നിട്ടും പ്രതികളെ കണ്ടെത്താൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല. ഞങ്ങൾ വസ്തുതാപരമായിട്ട് അന്വേഷിച്ചപ്പോൾ അത് ബോധപൂർവമായിട്ട് തന്നെ ചിലരെ ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. VK കൃഷ്ണൻ്റെ വീടിന് മുമ്പിൽ ഈ അക്രമം നടത്തി ആ കുടുംബത്തെ ഭീതിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്, കൃഷ്ണനെ നിർവീര്യമാക്കുക തെരഞ്ഞെടുപ്പ് രംഗത്ത് എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിച്ചത്. കാരണം നിലവിൽ ജയിച്ചു വന്നിട്ടുള്ള ആളുടെ വീട്ടിന് തൊട്ടുള്ള ആ ബൂത്ത് നിൽക്കുന്ന സ്ഥലത്താണ് VK കൃഷ്ണൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരായിട്ട് അത്തരമൊരു കാര്യം നടന്നത് എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത്. ഇതോടൊപ്പം തന്നെ വലിയ നിലയിൽ ഫേക്ക് ഐഡികളിലൂടെ വ്യാപകമായിട്ടുള്ള മനുഷ്യത്വമില്ലാത്ത വേട്ടകളാണ് നടന്നത്. ആരെയും വേട്ടയാടുന്നത്, എന്തും പറയുന്നത്, ഇതൊക്കെ പയ്യന്നൂരിൽ നിന്ന് നടക്കുന്നു. പോലീസിന് മുമ്പിൽ നിരവധിയായിട്ടുള്ള കേസുകൾ പരാതികളായിട്ട് പോയി, പക്ഷേ കാര്യമായിട്ട് നടപടികളൊന്നും ഉണ്ടാകുന്നു. ഇരകളാക്കപ്പെട്ടവർ ഇഷ്ടം പോലെയുണ്ട്. അവരുടെയൊക്കെ പ്രതികരണങ്ങൾ ഭാവിയിൽ ഉണ്ടാകുമെന്നുള്ളതും സംശയമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് പോലീസ് ഫലപ്രദമായിട്ട് ഇടപെടണം. ഞങ്ങൾ 10 കൊല്ലം ഭരണകക്ഷിയായിട്ടുണ്ടായിട്ടുള്ള ഒരു മുന്നണി, ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിൽ ഒരനാവശ്യ കാര്യത്തിനും ഇതുവരെ ഇടപെടും, തെറ്റായിട്ടുള്ള ഒരു കാര്യത്തിന് ഇടവന്നിട്ട് ഇരിക്കാറില്ല. ഇപ്പോൾ നീതിയും ജനാധിപത്യപരമായ രീതിയിൽ കാര്യങ്ങൾ ഇവിടെ നടപ്പിലാവണം എന്നുള്ള നിർബന്ധം ഞങ്ങൾക്കുണ്ട്. പയ്യന്നൂർ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ശക്തിയുള്ള കേന്ദ്രമാണ്. തെരഞ്ഞെടുപ്പ് തൊട്ടതുകൊണ്ടൊന്നും ഞങ്ങൾ ആരോഗ്യത്തിനൊരു വിലക്ഷീണമൊന്നും സംഭവിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം, നാടിന് നന്നായിട്ട് അറിയാം. നാടിന്റെ ക്രമസമാധാനം തകർക്കാനും ഇടതുപക്ഷ പ്രസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്താനും ബോധപൂർവം നടത്തിയ ഇത്തരം അക്രമങ്ങളിലെ പ്രതികളെ ആധുനിക അന്വേഷണ സൗകര്യങ്ങളുള്ള ഈ കാലത്തും പിടികൂടാൻ കഴിയാത്തത് പ്രദേശത്ത് കടുത്ത അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ടെന്നും പ്രതികളെ ഉടൻ തന്നെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും LDF മണ്ഡലം കമ്മിറ്റി കൺവീനർ പരാതിയിലൂടെ ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.